നമസ്കാരം. GST നിയമത്തിലെ പുതിയൊരു സർക്കുലറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സർക്കുലർ നമ്പർ 212/2024. സെയിൽ നടത്തിയതിനു ശേഷം പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രെഡിറ്റ് നോട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ വഴി ഇത് തുടങ്ങാം. ഞാനൊരു പെയിൻറ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. എൻ്റെ ഡീലർക്ക് 1 കോടി രൂപയുടെ ടേൺ ഓവർ അച്ചീവ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടാണ്, അതായത് സെയിലിന് ശേഷമാണ് ഞാൻ ക്രെഡിറ്റ് നോട്ട് കൊടുക്കുന്നത് വിത്ത് ടാക്സ് അഥവാ ടാക്സബിൾ ക്രെഡിറ്റ് നോട്ട്. ഈ 10% കൊടുക്കുമ്പോൾ എൻ്റെ GSTR1 അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് നോട്ടും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. പർച്ചേസറെ സംബന്ധിച്ച് അവരുടെ GSTR 2B വരുമ്പോൾ അവിടെ ലയബിലിറ്റി ആയിട്ട് വരുന്നു. നമ്മൾ അതിൻ്റെ പൈസ അടയ്ക്കണം. അത് ക്യാഷ് ലെഡ്ജറോ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറോ ഉപയോഗിച്ച് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഇതാണ് എക്സാമ്പിൾ. ഇനി സെക്ഷൻ പറയുന്നത് സെക്ഷൻ CGST നിയമത്തിലെ 15(3)(b)(2) പ്രകാരം പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് നടക്കുമ്പോൾ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഒരു പ്രീഡിറ്റർമൈൻഡ് എഗ്രിമെന്റ് വേണം ഓൺ ഓർ ബിഫോർ ദ ടൈം ഓഫ് സെയിൽ. 2, ഓരോ ഇൻവോയ്സുകളും ലിങ്ക്ഡ് ആയിരിക്കണം. ഈ ഇൻസെന്റീവ് കൊടുക്കുന്നത് ഓരോ ഇൻവോയ്സുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. 3ാമത്തെ സിറ്റുവേഷൻ, റെസിപ്പിയന്റ് അഥവാ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ബയർ ഈ 1 ലക്ഷം രൂപയ്ക്ക് ആനുപാതികമായിട്ടുള്ള 18% GST റിവേഴ്സ് ചെയ്തിരിക്കണം. ഈ 3 സിറ്റുവേഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സപ്ലയർ, ഈ എക്സാമ്പിളിൽ ഞാനാണ് മാനുഫാക്ചറർ ഓഫ് പെയിന്റ്, അപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപയുടെ ടാക്സബിൾ സപ്ലൈയിൽ നിന്നും, അപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപയുടെ സെയിൽ നടത്തിയപ്പോൾ 1 ലക്ഷം രൂപ ക്രെഡിറ്റ് നോട്ട് ഇട്ടാൽ എൻ്റെ ടാക്സബിൾ സപ്ലൈയിൽ നിന്നും ഈ 1 ലക്ഷം രൂപ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സർക്കുലറിൽ 2.3 പറയുന്നുണ്ട്, ഒരു റെഗുലർ സിസ്റ്റം ഓഫ് ഫങ്ഷണാലിറ്റി എന്ന് തുടങ്ങി GST പോർട്ടലിൽ വിസിബിൾ ആയിട്ട് വരുന്നോ അവിടം വരെയാണ് ഈ സർക്കുലറിൻ്റെ ഒരു പ്രസക്തിയുള്ളൂ. പണ്ട് മിസ്മാച്ചിങ് ഓഫ് 2A and 3Bക്ക് സർക്കുലർ 183 എന്ന് പറയുന്ന പോലെയാണ്. ആ കാലഘട്ടങ്ങളിൽ, അതായത് 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ റെസിപ്പിയന്റിന് 2Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ക്രെഡിറ്റ് നോട്ടിൻ്റെ ടാക്സും കാര്യങ്ങളും ഒന്നും വിസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പർച്ചേസർക്ക് 5 ലക്ഷം രൂപയിൽ കൂടുതൽ ടാക്സ് കോമ്പണൻ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ടിൻ്റെ വാല്യൂ അല്ല, ക്രെഡിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ടുള്ള ടാക്സിൻ്റെ ഇമ്പാക്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഒരു CA ഓർ CMAയുടെ സർട്ടിഫിക്കറ്റ് വേണം. 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് പർച്ചേസർ കൊടുക്കേണ്ട ഒരു അണ്ടർടേക്കിംഗ് ഉണ്ട്, സ്റ്റേറ്റിംഗ് ദാറ്റ് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് നോട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ഞാൻ റിവേഴ്സ് ചെയ്തു എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കുക. ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് സപ്ലയറെ സംബന്ധിച്ച് ഒരു ഓഡിറ്റോ, ഒരു ഇൻവെസ്റ്റിഗേഷനോ, ഒരു എൻക്വയറിയോ, ഒരു അപ്പീലിന് പോലും ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സപ്ലയർ പോസ്റ്റ് സെയിൽസിന് ശേഷം കൊടുക്കുന്ന ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ടാക്സ് പ്രോപ്പറായിട്ട് പർച്ചേസറും റിവേഴ്സ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഒരു സംവിധാനമാണ് ഈ സർക്കുലർ വഴി ഗവൺമെൻറ് നടപ്പാക്കിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ടാക്സബിൾ ക്രെഡിറ്റ് നോട്ടിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് ബാധകമാകുന്നത് ടാക്സബിൾ ക്രെഡിറ്റ് നോട്ട് സെക്ഷൻ 34 പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന സപ്ലയർക്ക് മാത്രമാണ് ഈ സർക്കുലർ ബൈൻഡിംഗ് ആയിട്ടുള്ളത്. താങ്ക് യു.